Hi everyone, it's me Rahul. Welcome to my Underwax YouTube channel. സോ നമുക്ക് നാളത്തെ മാർക്കറ്റ് അനാലിസിലോട്ട് പെട്ടെന്ന് പോകും. അതിന് മുന്നേ ഇന്നെന്താണ് മാർക്കറ്റിൽ നടന്നതെന്ന് ജസ്റ്റ് നമുക്ക് നോക്കാം. ഓക്കെ, സോ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്ന് മാർക്കറ്റ് ഒരു റേഞ്ച് ബോണ്ടായിരുന്നു ഫുൾ ടൈം ബിക്കോസ് ഓഫ് നമ്മുടെ എക്സ്പയറിയും കൂടെ അതിൻ്റെ റീസണാണ്. ആൻഡ് രാവിലെ തന്നെ മാർക്കറ്റിൽ നിന്ന് മുകളിലോട്ട് പോകാൻ ശ്രമിച്ചിരുന്നു. ബട്ട് ഈ ഒരു ഏരിയയിൽ മാർക്കറ്റ് ഇന്നലെയും ഇവിടെ നല്ല റെസിസ്റ്റൻസ് ആയിട്ട് മാർക്കറ്റ് ഇവിടെ നിന്ന് ആക്ട് ചെയ്തിരുന്നു. പക്ഷേ ഇവിടുന്ന് ബുൾസ്, അതായത് ബേസ് മാർക്കറ്റിനെ നല്ലോണം മുകളിലോട്ട് കയറ്റിക്കൊണ്ടുപോയി ഈ ഒരു ഹൈസ് വരെ, ഓക്കെ, ഈ ഒരു ഹൈസ് വരെ മാർക്കറ്റിനെ മൂവ് ചെയ്തിരുന്നു. സെയിം ഇന്നും മാർക്കറ്റിന് രാവിലെ ഫസ്റ്റ് ഒരു വട്ടം മാർക്കറ്റ് ഇവിടം വരെ വന്ന് മൂവ് ചെയ്തു. വീണ്ടും മാർക്കറ്റ് താഴോട്ട് വന്നു. അത് കഴിഞ്ഞിട്ട് താഴത്തെ ലിക്വിഡിറ്റിയെ കളക്ട് ചെയ്ത് വീണ്ടും മാർക്കറ്റ് മുകളിലോട്ട് പുഷ് ചെയ്യാൻ നോക്കി. ബട്ട് ഈ ഏരിയയിലെത്തിയപ്പം, ഈ ഒരു സോണിലെത്തിയപ്പോൾ മാർക്കറ്റിന് 24,150 150 ഈ ഒരു സോണിലെത്തിയപ്പോൾ മാർക്കറ്റിന് വീണ്ടും അവിടുന്ന് റിജക്ഷൻ വന്നു. ഓക്കെ, ആ റിജക്ഷൻ വന്നു എന്നുള്ള ഏറ്റവും വലിയ ഒരു എക്സാമ്പിളാണ് ഇവിടെ സെല്ലർ സ്ട്രോങ് ആണെന്നുള്ള ഓപ്പൺ ഇസിക്കൽ ടു ഹൈ ക്യാൻഡിൽ. ഓപ്പൺ ഇസിക്കൽ ഹൈ ക്യാൻഡിൽ എന്ന് പറഞ്ഞാൽ 24,000 ഇവിടെ നോക്കിയാൽ മതി. 24,142 is open and 24,142 is high. അതായത് ഓപ്പൺ ചെയ്തപ്പോൾ തന്നെ മാർക്കറ്റ് താഴോട്ട് കൊണ്ടുവന്നു. അതായത് ആ ക്യാൻഡിൽ ഓപ്പൺ ചെയ്ത നിമിഷം തന്നെ സെല്ലേഴ്സ് മാർക്കറ്റ് താഴോട്ട് പുഷ് ചെയ്ത് കൊണ്ടുവന്നു. അതായത് അത്രയും സ്ട്രോങ് സെല്ലിംഗ് ആണ് അവിടെ ഉണ്ടായിരുന്നത്. ദാറ്റ്സ് വൈ മാർക്കറ്റ് താഴോട്ട് വീണു, ചെറിയൊരു ലോവർ ഹൈ ഉണ്ടാക്കി വീണ്ടും മാർക്കറ്റ് താഴെ വന്ന് ഒരു ഡേ ലോ ആ ഏരിയയിൽ വന്ന് മാർക്കറ്റ് ക്ലോസ് ചെയ്യായിരുന്നു. ഓക്കെ, സോ അപ്പം മാർക്കറ്റിൻ്റെ ഈ ഒരു ഏരിയ മാർക്കറ്റിൻ്റെ നല്ല ഒരു ബൈയിങ് സോണും കൂടെയാണ്. അതായത് മാർക്കറ്റ് ഇവിടെ നിന്നാണ് 2 ദിവസം മാർക്കറ്റ് ഹോൾഡ് ചെയ്ത് വീണ്ടും മുകളിലോട്ട് പോയത്. ഇന്നലെ മാർക്കറ്റ്, അതായത് ഇന്നലെ മൺഡേ മാർക്കറ്റ് ഇവിടെ നിന്നാണ് മാർക്കറ്റ് മുകളിലോട്ട് മൂവ് ചെയ്തത്. സോ ഈ ഒരു ഏരിയ നമുക്ക് നല്ലൊരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യും. ഓക്കെ, സോ നാളെ മാർക്കറ്റ് ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ചെയ്യുന്നെങ്കിൽ മാർക്കറ്റ് ഇങ്ങനെ ഒന്ന് കൺസോൾഡേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ ലോ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് താഴോട്ട് ട്രേഡ് ചെയ്യാം. ഫസ്റ്റ് ടാർഗറ്റ് 23,920, സെക്കൻഡ് ടാർഗറ്റ് 23,800. ഇതായിരിക്കും നമ്മുടെ ഫസ്റ്റ് 2 ടാർഗറ്റ്. ഓക്കെ, അതിന് മാർക്കറ്റ് ഇതേപോലെ ഒന്ന് കൺസോൾട്ടേഷൻ ചെയ്തിട്ട് മാർക്കറ്റ് താഴോട്ട് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ട്രേഡ് താഴെ ചെയ്യാം. ഓക്കെ, ഇനി ഒരു ഗ്യാപ്പ് ഡൗണിലാണ് മാർക്കറ്റ് വീഴുന്നെങ്കിൽ മാർക്കറ്റ് തിരിച്ച് വന്നിട്ട് ഈ നമ്മൾ 24,000 ഒരു റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്തിട്ട് മാർക്കറ്റ് താഴോട്ട് വീഴുകയാണെങ്കിൽ സെൽ ഓൺ ദ റൈസ് ചെയ്യാം. ഓക്കെ, മാർക്കറ്റ് ഒരു ഗ്യാപ്പ് ഡൗണിൽ വീഴുന്നെങ്കിൽ നമുക്ക് സെൽ ഓൺ ദ റൈസ് ചെയ്യാം. സോ ഇതാണ് ഗ്യാപ്പ് ഡൗൺ ആൻഡ് ഫ്ലാറ്റ് ഓപ്പണിങ്ങിൻ്റെ സിനാരിയോ. ഇനി മാർക്കറ്റ് ഇവിടെ തന്നെ കൺസോൾട്ടേറ്റ് ചെയ്ത്, ഓക്കെ, ഈ ഏരിയ തന്നെ മാർക്കറ്റ് കൺസോൾട്ടേറ്റ് ചെയ്ത് ഈ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് മുകളിലോട്ട് കയറുകയാണെങ്കിൽ 24,150 മുകളിൽ മാർക്കറ്റ് വരണം. ഓക്കെ, നമ്മുടെ ബൈയിങ് സോൺ 24,150 മുകളിൽ മാർക്കറ്റ് വരികയാണെങ്കിൽ തൊട്ട് മുകളിൽ നമുക്ക് 24,250 വരെ നമുക്ക് ട്രേഡ് ചെയ്യാം. 24,250 ഇതിന് കുറച്ചുകൂടെ താഴോട്ട് ആക്കാം. നമുക്ക് ഈ ഒരു ഏരിയയിൽ നിന്ന് ഫുൾ സെല്ലിംഗ് ഉള്ള ഏരിയയാണ്. സോ 24,000 ഇവിടെ വെക്കുന്നുണ്ട്. ഓക്കെ, ഈ ഒരു ഹൈ ടച്ച് ചെയ്തിട്ട് സോ 24,225 ഈ റേഞ്ച്, 250 അല്ല 225 ഈ റേഞ്ച് വരെ നമുക്ക് ട്രേഡ് ചെയ്യാം. ഓക്കെ, അതിന് ഈ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് ഇതിൻ്റെ മുകളിൽ ഹോൾഡ് ചെയ്യണം. 24,150 മുകളിൽ ഹോൾഡ് ചെയ്താൽ മാത്രമേ നമുക്ക് 24,250 വരെ നമുക്ക് ട്രേഡ് ചെയ്യാൻ കഴിയത്തുള്ളൂ. ഓക്കെ, സോ അപ്പം നാളത്തെ 3 പ്ലാനും നമുക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇവിടുന്ന് മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് ഒന്ന് കൺസോൾട്ടേറ്റ് ചെയ്യുകയാണെങ്കിൽ, ഓപ്പൺ ചെയ്തിട്ട് മാർക്കറ്റ് ഈ ഏരിയയിൽ കൺസോൾട്ടേറ്റ് ചെയ്തിട്ടാണ് മാർക്കറ്റ് താഴോട്ട് ബ്രേക്ക് ചെയ്യുന്നതെങ്കിൽ ഇറ്റ്സ് വെരി ഈസി ട്രേഡ് ടു ഡൗൺ. ഓക്കെ, താഴോട്ട് ട്രേഡ് ചെയ്യാൻ വളരെ ഈസി ആയിരിക്കും ഈ 2 ടാർഗറ്റിന് വേണ്ടിയിട്ട്. ഓക്കെ, മാർക്കറ്റ് നേരെ ഒരു ഗ്യാപ്പ് ഡൗണിൽ നാളെ ഓപ്പൺ ചെയ്യുന്നെങ്കിൽ നേരെ ട്രേഡ് ചെയ്ത് മാർക്കറ്റ് ഒരു സെൽ ഓൺ ദ റൈസ് ചെയ്യാം. ഓക്കെ, ഒരു സെൽ ഓൺ ദ റൈസ് ചെയ്യാം. അപ്പം ഇത് മാർക്കറ്റിൻ്റെ സെക്കൻഡ് പ്ലാൻ. മാർക്കറ്റ് ഈ ഏരിയയിൽ കൺസോൾട്ടേറ്റ് ചെയ്തിട്ട് ഈ ഹൈ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? നമുക്ക് അപ്പ് സൈഡിലോ ട്രേഡ് നോക്കാം. ബട്ട് 24,150 മുകളിൽ ഈ ഒരു ഹൈയുടെ മുകളിൽ മാർക്കറ്റ് ക്ലോസ് ചെയ്തതിന് മാത്രം, ഇതിൻ്റെ മുകളിൽ ഒരു ക്ലോസിങ് വന്നതിന് ശേഷം മാത്രമേ ഉള്ളൂ നമ്മൾ ഇതിൻ്റെ മുകളിൽ ട്രേഡ് ചെയ്യത്തുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ എന്താ ചെയ്തുള്ളൂ, ഇവിടെ തന്നെ മാർക്കറ്റ് ഇതിനുള്ളിൽ തന്നെ ഓപ്പൺ ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് മുകളിലോട്ട് പോകണമെങ്കിൽ നമുക്ക് സെൽ ഓൺ ദ റൈസ് എന്ന് നോക്കാം. സോ ഈ ഏരിയ 24,150 നമ്മൾ സെല്ലിംഗ് സോൺ മാത്രമേ നോക്കത്തുള്ളൂ. സെൽ ഓൺ ദ റൈസ്, അല്ലെങ്കിൽ ബ്രേക്ക് ഡൗൺ സെൽ, അല്ലെങ്കിൽ ഗ്യാപ്പ് ഡൗൺ സെൽ ഓൺ ദ റൈസ്. സോ ഈ ഏരിയക്കുള്ളിൽ നമ്മൾ സെൽ ഓൺ ദ റൈസ് മാത്രമേ നോക്കത്തുള്ളൂ. ഫോർ ബൈയിങ്
24,150 മുകളിൽ മാത്രമേ നമ്മൾ ബൈങ്ങിൽ പോകത്തുള്ളൂ. സോ മനസ്സിലാക്കി വിചാരിക്കുന്നു. FIA DA ഡാറ്റ വന്നിട്ടുള്ളൂ, നമ്മുടെ ഇതിലോട്ട് ആക്കിയിട്ടില്ല. സോ FIA DA ഡാറ്റയിൽ നോക്കുകയാണെങ്കിൽ FIA ഇൻഡെക്സിൽ -47,567 നമുക്ക് സെല്ലിംഗ് ആണ്. സോ FIA കംപ്ലീറ്റ്ലി നാളെ എന്താണ് സെല്ലിംഗ് ആണ് മാർക്കറ്റിൽ. ഓക്കെ, അവരുടെ വ്യൂ ഡൗൺ സൈഡിലോട്ടാണ്. സോ നമുക്ക് മാർക്കറ്റിൽ നാളെ സെൽ ഓൺ ദ റൈസ്, അല്ലെങ്കിൽ ഗ്യാപ് ഡൗൺ സെൽ ഓൺ ദ റൈസ്, അല്ലെങ്കിൽ എന്താണ് കൺസോൾട്ടേഷൻ ബ്രേക്ക് ഡൗൺ സെല്ലിംഗ് സൈഡിലോട്ട് നോക്കിയാൽ മതി. ഫോർ ബൈയിങ് എബോവ് 24,150 മുകളിൽ മാത്രം. ഓക്കെ, സോ PCR നമ്മൾ നോക്കുകയാണെങ്കിൽ PCR ഐ തിങ്ക് PCR 1.2 PCR ഇസ് സ്റ്റിൽ ബുള്ളിഷ്. സോ നാളെ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പം ഇത് ഇനിയും താഴെ പോകാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ താഴെ പോവുകയാണെങ്കിൽ PCR ഓൾസോ സപ്പോർട്ട് ടു ബൈയിങ്. ഓക്കെ, ഇപ്പോൾ 1.2 ഇസ് എ എന്താണ് ബൈയിങ് ഡൊമിനേറ്റിംഗ് PCR ആണ്. അത് 1 above to 1.50 ബൈയിങ്ങിനെയാണ്, അതായത് ബൈയിങ് പ്രഷറിനെയാണ് PCR സൂചിപ്പിക്കുന്നത്. PCR ഒരു 0.90 താഴെ വീഴുകയാണെങ്കിലാണ് സെല്ലിംഗ് ഉണ്ടാവുക. സോ നാളെ മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ PCR ചെക്ക് ചെയ്യുക. നാളെ മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ PCR മോസ്റ്റ് എന്താ പറയുക ചാൻസ് കൂടുതൽ ഒരു 0.9 താഴെ പോകാനായിരിക്കും. സോ 0.9 താഴെ പോയി കഴിഞ്ഞാൽ PCR ഓൾസോ സപ്പോർട്ട് ചെയ്യും നമുക്ക് നാളെ സെല്ലിങ്ങിന് വേണ്ടിയിട്ട്. സോ ഡാറ്റ നോക്കുകയാണെങ്കിൽ PCR കൂടെ നാളെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ചെക്ക് ചെയ്താൽ മതി. ഓക്കെ, PCR പുട്ട് കോൾ റേഷ്യോ, അതായത് ടോട്ടൽ പുട്ട് ഡിവൈഡ് ബൈ ടോട്ടൽ OE ടോട്ടൽ OE കോൾ, ഇതിന് ഡിവൈഡ് ചെയ്താൽ നമുക്കിത് കിട്ടും. ഓക്കെ, സോ നാളത്തെ പ്ലാൻ മനസ്സിലാക്കി വെച്ചിരിക്കുന്നു. സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചാനൽ. താങ്ക് യു, ബൈ, ഗുഡ് നൈറ്റ്.